കരിപ്പൂർ സ്വർണം പൊട്ടിക്കൽ കേസിലെ മുഖ്യപ്രതി അറസ്റ്റിലായിരിക്കുന്നു. മലപ്പുറം നിലമ്പൂർ സ്വദേശി ഷബീറാണ് അറസ്റ്റിലായത്. 3 മാസമായി ഒളിവിൽ കഴിഞ്ഞ പ്രതിയാണിപ്പോൾ പിടിയിലായിരിക്കുന്നത്. കേസിലെ മറ്റൊരു പ്രതിക്കൊപ്പം 4 കോടി രൂപയുടെ സ്വർണമാണ് ഷബീർ പങ്കിട്ടെടുത്തത്. എടക്കര പോലീസ് സ്റ്റേഷനിലെ മുൻ SIയെ പ്രതി ഭീഷണിപ്പെടുത്തുന്ന ശബ്ദരേഖയും പുറത്തുവന്നു. ആദ്യം ആ ഓഡിയോയിലേക്ക്. അൻവറിന് വേണ്ടിട്ട് അവിടെ കുറെ ചെയ്ത് കേട്ടോ. എന്റെ എല്ലാം ഞാൻ ശരിയാക്കി തരാം. സകല പോലീസുകാരും പൊട്ടന്മാരാക്കിയിട്ട് നല്ല കുറെ പോലീസുകാരുണ്ട്. എന്റെ ഇടയിൽ കൂടെ കുറെ ഉണ്ടാക്കിയിരിക്കണ്. ശരിയാക്കി തരാട്ടാ. കുറെ ഉണ്ടാക്കിയില്ലേ. ഇപ്പോൾ ഈ വാർത്തയുടെ വിവരങ്ങളുമായി ശിവദാസ് കന്മനമാണ് ഒപ്പം ചേരുന്നത്. ശിവദാസ്, ഈ ഷബീർ എന്ന് പറയുന്നയാൾ, ഇയാൾ ഒളിവിൽ കഴിയുമ്പോഴാണോ ഇത്തരത്തിൽ പോലീസിനെതിരെ ഒരു ഓഡിയോ പുറത്തുവിട്ടത്, ഈ ഭീഷണി പുറത്തുവിട്ടത്? എന്തായാലും ഇയാളെ എങ്ങനെയാണ് പിടികൂടുന്നത്? അത് മാത്രമല്ല, ഈ കേസിന് ആസ്പദമായ സംഭവം, കരിപ്പൂർ സ്വർണം പൊട്ടിക്കൽ കേസ്, അതുകൂടി ഒന്ന് വിശദീകരിക്കൂ ശിവദാസ്. മുൻപാണ് കരിപ്പൂർ വിമാനത്താവളത്തിന് പുറത്ത് വെച്ച് വിദേശത്തു നിന്നും സ്വർണം കൊണ്ടുവരുന്നയാളെ തട്ടിക്കൊണ്ടുപോയി കേസിലെ മുഖ്യപ്രതിയായ ഷബീർ ഉൾപ്പെടെയുള്ളവർ സ്വർണം തട്ടിയെടുത്തത്. ഏകദേശം 4 കോടി രൂപയോളം വരുന്ന സ്വർണമാണ് തട്ടിയെടുത്തത്. ഈ കേസിലെ മറ്റൊരു പ്രതിയെ, മൻസൂർ എന്ന മറ്റൊരു പ്രതിയെ നേരത്തെ പോലീസ് പിടികൂടിയിരുന്നു. ഇതിലെ മുഖ്യപ്രതിയായ ഷബീറിനെ പക്ഷേ പോലീസിന് പിടികൂടാൻ കഴിഞ്ഞിരുന്നില്ല. കഴിഞ്ഞ 3 മാസത്തോളമായി നിലമ്പൂർ സ്വദേശിയായ ഷബീർ ഒളിവിലായിരുന്നു. ഷബീറിനെതിരെ മറ്റു പല കേസുകളും ഉണ്ട്. മറ്റു പല പോലീസ് സ്റ്റേഷനുകളിലും കേസുകളും ഉണ്ട്. എടക്കര പോലീസ് സ്റ്റേഷനിൽ എടക്കര മുൻ SIയെ ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ അടക്കം ഷബീറിനെതിരെ കേസുണ്ട്. ആ ഒരു ശബ്ദ സന്ദേശമാണ് നമ്മൾ കേട്ടത്. SIയെ ഭീഷണിപ്പെടുത്തുന്ന ശബ്ദ സന്ദേശമാണ് കേട്ടത്. അത് ഈ ഒരു സ്വർണ്ണ പൊട്ടിക്കലിന് മുൻപുള്ള ഒരു സംഭവം കൂടിയാണ്. ആ സംഭവത്തിൽ എടക്കര പോലീസ് സ്റ്റേഷനിലും ഷബീറിനെതിരെ കേസുണ്ട്. ഇപ്പോൾ കരിപ്പൂർ പോലീസാണ് ഒളിവിൽ കഴിയുകയായിരുന്ന ഷബീറിനെ പിടികൂടിയിരിക്കുന്നത്. ആതിര. ശരി ശിവദാസ്, എന്തായാലും സ്വർണം പൊട്ടിക്കൽ കേസിൽ കരിപ്പൂരിലെ ഇപ്പോൾ ആ മുഖ്യപ്രതി ഷബീർ പിടിയിലായിരിക്കുന്നു. ഒളിവിൽ കഴിയവെയാണ് പോലീസ് ഇപ്പോൾ പ്രതിയെ പിടികൂടിയിരിക്കുന്നത്. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ശിവദാസ് കന്മനം.